ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയ്യഴകൻ എന്നൊരു തമിഴ് സിനിമയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും പോയിട്ട് സിനിമ സെക്കൻഡ് ഷോ കാണുന്നത്. സോ എനിക്ക് കണ്ടിട്ട് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഐ ലവ്ഡ് ഇറ്റ് ആസ് വെൽ. അപ്പോൾ അതുകൊണ്ടും മാത്രമല്ല, ഇത്തരത്തിലുള്ള സിനിമകൾ റെയറാണ്. പൊതുവേ ഞാൻ ഒരുപാട് സിനിമകൾ കാണുന്ന ആളാണ്. പക്ഷേ ചില സിനിമകൾ മാത്രമാണ് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സിനിമയാണിത്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ പറയുന്നതിന് മുമ്പ്, ഹായ് ഡി എസ്കേ പ്ലാറ്റ്ഫോം, ദിസ് ഈസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. നമ്മുടെ എസ്കേ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അംഗമല്ല എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബിൻ്റെ ആൽഗോരിതത്തിന് സാധിക്കുള്ളൂ. സോ ഡു ഇറ്റ് ഫസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ദിസ് മൂവി ഈസ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ സി പ്രേംകുമാർ. അദ്ദേഹം ഇതിനു മുമ്പ് 96 എന്നൊരു സിനിമയുണ്ട്, വിജയ് സേതുപതിയും തൃഷയും. ആ സിനിമ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ് അദ്ദേഹമാണ് ഈ സിനിമയും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ കാർത്തി, അരവിന്ദ് സ്വാമി, ശ്രീദിവ്യ, രാജ്കിരൺ തുടങ്ങിയ ആർട്ടിസ്റ്റുകൾ ആക്ട് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും വളരെ മനോഹരമായിട്ടാണ് അവർക്ക് കൊടുത്തിട്ടുള്ള സ്പേസ് കൃത്യമായിട്ട് വിനിയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതലായിട്ട് സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുള്ളത് കാർത്തിക്കും അതുപോലെ തന്നെ അരവിന്ദ് സ്വാമിക്കുമാണ്. പിന്നെ ബാക്കിയുള്ള ആക്ടേഴ്സിനെല്ലാം തന്നെ അവരുടെ കഥാപാത്രത്തിനനുസൃതമായിട്ടുള്ള സ്പേസ് അവർക്കുണ്ട്. ബട്ട് അവർക്ക് കൊടുത്തിട്ടുള്ള സ്പേസ് അവർ കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ടാണ് അവർ വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് മഹേന്ദ്രൻ ജയരാജു ആണ്. ഈ സിനിമയിൽ കിട്ടുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് ഒരിക്കലും ഞാൻ വേറെ സിനിമകളിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റാണ്. നമ്മൾ പ്രത്യേകിച്ചും ഓരോ സീനുകൾ നമ്മൾ കാണുമ്പോഴും ഓരോ സീനും തന്നെ വളരെ പെർഫെക്റ്റാണ്. അതിന് ഡേ ആയാലും നൈറ്റ് ആയാലും അത്രയും മനോഹരമായിട്ടാണ് ഒരു ജസ്റ്റ് ലൈക്ക് ആൻ ആർട്ട് പോലെ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. പ്രത്യേകിച്ചും അരവിന്ദ് സ്വാമിയും അതുപോലെ തന്നെ കാർത്തിയും അവർക്കുള്ള രാത്രി സീനൊക്കെ ഉണ്ട്. അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇരുട്ടും വെളിച്ചവും കൂടിച്ചേരുന്ന ഒരു സീനുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ വളരെ മനോഹരമായിരിക്കും. ഒരു ആർട്ടിനെ പോലെയാണ് നമുക്ക് തരുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത്. മാത്രമല്ല, അവരിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ വെളിച്ചം വെള്ളത്തിൽ തട്ടിയിട്ട് അത് അവരുടെ ശരീരത്ത് ബോഡിയിൽ പ്രതിഫലിക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ പക്കാ വിഷ്വൽ ട്രീറ്റാണ് ആക്ച്വലി. അത്തരത്തിലുള്ള സീനുകൾ ഈ സിനിമയിൽ ഫുള്ളുണ്ട് എന്നുള്ളതാണ്. ഈ സിനിമയിൽ എഡിറ്റിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത് ആർ ഗോവിന്ദരാജാണ്. എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും പറയാനൊന്നുമില്ല. അത്രയും മനോഹരമായിട്ട് തന്നെ ഈച്ച് ആൻഡ് എവറി സീനും പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ഏറ്റവും നല്ല രീതിയിലാണ് ആക്ച്വലി എഡിറ്റിംഗ് വർക്ക് നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വിഷ്വൽ ട്രീറ്റിന് തന്നെ കാരണമായിട്ടുള്ളത്. സോ അത് പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ജ്യോതിക ആൻഡ് സൂര്യ. അവരുടെ 2D എൻ്റർടൈൻമെൻ്റ് ആണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് മ്യൂസിക് നൽകിയിരിക്കുന്നത് ഗോവിന്ദ് വസന്ത ആണ്. പ്രത്യേകിച്ചും സ്റ്റോറിക്ക് അനുസൃതമായിട്ടുള്ള മ്യൂസിക്കാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈച്ച് ആൻഡ് എവറി സീനിൽ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ അവർക്ക് അനുസൃതമായിട്ടുള്ളൊരു മ്യൂസിക്കാണ് ഗോവിന്ദ് വസന്ത ഈച്ച് ആൻഡ് എവറി സീനിലും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഈച്ച് ആൻഡ് എവറി സീനും അതിൻ്റെ രീതിയിൽ നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുന്നതിന് കാരണം ഒന്ന്, നല്ല വിഷ്വൽ ട്രീറ്റാണ്. അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. രണ്ടാമത്തെ, നല്ല കണ്ടന്റ് ആണ്. പ്രത്യേകിച്ചും ഈ സിനിമ നമ്മൾ കാണുമ്പോഴും ഇല്ലെങ്കിൽ കണ്ടിട്ട് ഇറങ്ങുമ്പോഴും നമുക്കൊരു നല്ലൊരു ഫീൽ ഉണ്ടാവും. പ്രത്യേകിച്ചും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നുപോയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങളിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് ഉണ്ടാവുക. അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒന്ന് റീകോൾ ചെയ്യുന്നതിന് നമുക്ക് ഈ സിനിമയിലൂടെ കഴിയുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നിങ്ങൾ 96 എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ച് മനസ്സിലാവും. 96 പൊതുവെ പ്രത്യേകിച്ചും ആ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും അവരുടെ ജീവിതത്തിൽ അതൊക്കെ സംഭവിച്ചിരിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് റീകോൾ ചെയ്ത് എടുക്കുന്നതിന് പ്രത്യേകിച്ചും ആ ഒരു സിനിമ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് അത്തരത്തിലുള്ള അനുഭവമുള്ള ആൾക്കാർക്ക് അറിയാം. അതുപോലെ തന്നെ ഒരു അനുഭവം തരുന്ന ഒരു സിനിമയാണ് ആക്ച്വലി ഈ മെയ്യഴകൻ എന്ന് പറയുന്ന സിനിമ. പിന്നെ നമുക്കറിയാലോ, ഈ 96 സിനിമ എടുത്ത അതേ ഡയറക്ടറാണ് ആക്ച്വലി ഈ സിനിമയും
എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫീലും ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസും തരുന്നത്. ഈ സിനിമ ഏകദേശം 3 മണിക്കൂറോളം ദൈർഘ്യമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 3 മണിക്കൂർ നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു നല്ലൊരു സിനിമയാണിത്. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമ നമ്മളെ വേറൊരു കാര്യം കൂടി തിരിച്ചറിയാനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ബന്ധങ്ങളുടെ മൂല്യം. ഗൈസ്, ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ മൊബൈലിൽ നോക്കി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് കഴിയുമ്പോഴും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം തന്നെ സാമൂഹ്യ ജീവിയാണ്. സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കേണ്ട ആൾക്കാരാണ്. പരസ്പരം ആശ്രയിച്ച് ജീവിക്കേണ്ട ആൾക്കാരാണ്. തൊട്ടടുത്ത് പാരൻസ് ഉണ്ടാവും, നമ്മുടെ സഹോദരങ്ങളുണ്ടാവും, മറ്റ് സ്നേഹിതർ, ബന്ധങ്ങൾ എല്ലാവരും തന്നെ ഉണ്ടാവും. അവരോട് പോലും ഒരു മൊബൈലിൽ വാട്സാപ്പ് ചാറ്റിലോ അല്ലെങ്കിൽ ഒരു കോളിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, നമ്മൾ തിരിച്ചറിയേണ്ടത് ഒന്നേ ഉള്ളൂ, റിയൽ ലൈഫിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് റിയൽ ലൈഫിലേക്ക് വരണം. പിന്നെ റിയൽ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹബന്ധങ്ങളോടൊപ്പം, അതിനി പാരൻസ് ആവാം, ഫ്രണ്ട്സ് ആവാം, മറ്റ് ബന്ധങ്ങളാവാം, അവരുടെ ഒപ്പം സമയം ചെലവഴിക്കാനായിട്ട് നോക്കുക. അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലൊക്കെ ഒരു ചായക്കടയിൽ പോയിട്ട് ഒരു ചായയെങ്കിലും ഒരുമിച്ച് കുടിക്കുക, അല്ലെങ്കിൽ ഒരു സിനിമ കാണുക, അല്ലെങ്കിൽ ഈവനിങ് സമയങ്ങളിൽ എവിടെയെങ്കിലൊക്കെ ഒരു നടക്കുക, ഇല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഒരു നല്ലൊരു യാത്ര പോവുക, ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഇതൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ആണ് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ ഗൈസ്, ഒരു കാര്യം ശ്രദ്ധിക്കുക, ജീവിതം ഒന്നേ ഉള്ളൂ. അത് നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കുക, നമ്മൾ സ്നേഹിക്കുന്നവരോടൊപ്പം ജീവിക്കുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക, റിയലായിട്ട് ജീവിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴും ഞാൻ റിയലൈസ് ചെയ്തത്. ആയത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് കാണുക. തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമാണ് നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ വിഷയമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.